പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബിസിനസ്സിൽ സൈക്കോളജിക്ക് എന്താണ് സ്ഥാനം? സൈക്കോളജി ഇല്ലാതെ ബിസിനസ് അസാധ്യമാണ്. മാർക്കറ്റിംഗ്, ബ്രാൻഡിംഗ്, സെയിൽസ്, HR, ഫൈനാൻസ്, ടെക്നോളജി, സമസ്ത മേഖലകളിലും സൈക്കോളജി അനിവാര്യമാണ്. ബിസിനസ്സിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, സ്റ്റാഫ് ആയിക്കോട്ടെ, കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, അവരുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച്, അവരുടെ സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ച് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാനും ആ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യാൻ കഴിയൂ. ഏറ്റവും ചെറിയ ഉദാഹരണം, ജോയിന്റ് വെഞ്ചറായിട്ട് 1981 മാരുതി 300 മില്യൺ ഇൻവെസ്റ്റ് ചെയ്ത് അത് 30 ബില്യണിലേക്ക് 2024 എത്തിയെങ്കിൽ അവിടെ സെയിൽസ് സ്ട്രാറ്റജിയിൽ സൈക്കോളജി അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. എങ്ങനെയാണ് സൈക്കോളജി അപ്ലൈ ചെയ്തത്? അവരെ സംബന്ധിച്ചിടത്തോളം അവരവിടെ അപ്ലൈ ചെയ്ത ഏറ്റവും വലിയ സൈക്കോളജിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വാങ്ങാനുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മടി ഇല്ലാതാക്കുന്നത് ഓഫറുകളിലൂടെയാണ്. ഇൻസ്റ്റന്റ് ഓഫേഴ്സ് റെഡ്യൂസസ് ഹെസിറ്റേഷൻ ടു ബൈ എന്ന സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ആണ് അവരവിടെ അപ്ലൈ ചെയ്തത്. തിങ്ക് ഡിഫറെന്റ് എന്ന ബ്രാൻഡിംഗ് സ്ട്രാറ്റജിയാണ് ആപ്പിൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. ഇത്തരത്തിൽ ടെസ്ലയെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് റീഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്, എങ്ങനെയാണ് കോസ്റ്റ് കട്ട് ചെയ്യേണ്ടത്, എങ്ങനെ ഇൻവെസ്റ്റേഴ്സിനെ അവരുടെ മൈൻഡ് സെറ്റിനെ മാറ്റണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം. ദാറ്റ് വാസ് ഓൾസോ എ സൈക്കോളജിക്കൽ അപ്രോച്ച്. സോ സമസ്ത മേഖലകളിലും സൈക്കോളജി അനിവാര്യമാണ്. സൈക്കോളജിക്കൽ ഇൻസൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനും അടുത്ത തലങ്ങളിലേക്ക് സ്കെയിലപ്പ് ചെയ്ത് കൊണ്ടുപോകാനും കഴിയും. സോ സൈക്കോളജി ഇൻ ബിസിനസ്, it's an integral part of entrepreneurship.